നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുമ്പോൾ രാഷ്ട്രീയ ഭേദമന്യേ, മതഭേദമന്യേ, മറ്റ് വിഭജന ചിന്തകൾക്കപ്പുറത്തായി നമുക്ക് ഒരുമിച്ചിറങ്ങാൻ കഴിയുന്നുണ്ട്. അജയ്യനാണ് വിജയൻ എന്ന് കേരള രാഷ്ട്രീയത്തിൽ എഴുതി ഒപ്പു ചാർത്തിക്കൊണ്ടാണ് തുടർഭരണം പിണറായി വിജയൻ സ്വന്തമാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ 10-25 വയസ്സിൽ തുടങ്ങിയ പാർലമെന്ററി രാഷ്ട്രീയമാണ് KSYF-ലൂടെ ഒക്കെ കടന്നു വന്ന് 62 വർഷത്തോളമായിരിക്കുന്നു പാർട്ടി അംഗത്വത്തിന്. ഒരു പുരുഷായുസാണ്. എങ്ങനെയാണ് ഒരു ചരിത്രം എന്നുള്ളത്? ഇപ്പോൾ VS-ന്റെ ചരിത്രം നമ്മൾ സമാനമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് MLA ആയിരിക്കുമ്പോഴാണ്, അല്ലെ? ഒരു നിയമസഭാ സാമാജികൻ എന്ന നിലയ്ക്ക് പോലും ആ പ്രിവിലേജ് ഒന്നും നേടാൻ കഴിയാതെ മർദ്ദനമുറകൾക്കിരയായി പിണറായി വിജയനെ കേരളം കണ്ടിട്ടുണ്ട്. 30കളിലാണ്, അദ്ദേഹത്തിന് 30കളിലാണ് അത് സംഭവിക്കുന്നത്. അതിനു മുമ്പ് തലശ്ശേരി കലാപകാലത്ത് അദ്ദേഹം മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടത് എങ്ങനെയാണെന്ന് കേരള രാഷ്ട്രീയം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് രേഖകളിൽ തന്നെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിന് അന്വേഷണ റിപ്പോർട്ടിൽ പിണറായി വിജയൻ അന്ന് സ്വീകരിച്ച നിലപാടുകളെ പറ്റി അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കോടതി പിക്കറ്റിങ്ങിന്റെ പേരിലോ മറ്റോ പോലീസ് അടിച്ച് കടലിൽ ചാടിച്ചിട്ടുണ്ട് അത്ര. അങ്ങനെ ക്രൂരമായ മർദ്ദനമുറകളെ ഞാൻ അടുത്തു കേട്ട ഒന്ന് എന്ന് പറയുന്നത്, നമ്മൾ ഈ കേൾക്കുന്ന 30ാമത്തെ വയസ്സിൽ ഈ നിയമസഭയിലേക്ക് ചോര പുരണ്ട വസ്ത്രവുമായി എത്തിയ പിണറായി വിജയൻ അന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള തീക്ഷ്ണതയിലുള്ള മർദ്ദനമായിരുന്നില്ല എന്നുള്ളതാണ്. അനക്കമില്ലാതെ പോയിട്ടുണ്ട് അത്രേ. VS സമാനാനുഭവം പങ്കുവെക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു നിയമസഭാ സാമാജികൻ ഒന്ന് ആലോചിച്ച് നോക്കുക ആ ഒരു അവസ്ഥ. അതായത് അനക്കമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു. പോലീസിന്റെ ഇന്റേണൽ കമ്മ്യൂണിക്കേഷനിൽ അങ്ങനെ പോലും വന്നിട്ടുണ്ടായിരുന്നു അത്ര. അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരികയാണ്. പിന്നെ നമ്മൾ പിണറായി വിജയനെ കാണുകയാണ്, അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആകുന്നു. അതുപോലും നോക്കൂ, VS ആണ് പറയുന്നത് എങ്കിൽ വിജയനാകട്ടെ എന്ന്. VS ആണ് പറയുന്നത്. ഇപ്പൊ നല്ലൊരു വൈദ്യുതി മന്ത്രിയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക എന്നുള്ള ഒരൊറ്റ അഭിപ്രായം മാത്രമാണ് എതിരായി അവിടെ വന്നത്. മന്ത്രി വേറെയും ആകാമല്ലോ എന്ന് VS നിലപാടെടുക്കുന്നിടത്ത് പാർട്ടി സെക്രട്ടറി ജനിക്കുകയാണ്. ഏറ്റവും കൂടുതൽ കാലം പാർട്ടി സെക്രട്ടറി ആയിട്ടിരിക്കുകയാണ് ശേഷം. അതെ, പിന്നീട് 2015 വരെ അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി നിൽക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്നത് വീറ്റോ അധികാരമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായി പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ഉയർന്നു വരുന്നത് നമ്മൾ പിന്നീട് കാണുകയാണ്. വിഭജന വിരുദ്ധമായ നിലപാട്, മതസൗഹാർദ്ദപരമായ നിലപാട് പിണറായി വിജയൻ എന്നും സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനത്തോടും സംഘടനാ സംവിധാനത്തോടും നമ്മൾ ഒന്നിച്ചിറങ്ങുകയല്ലേ എന്ന ആർജവത്തോടെ ചോദിക്കാനും അണികളെ ആ നിലയ്ക്ക് കൊണ്ടുവരാനും കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്കാണ് പിണറായി വിജയൻ എന്ന ഒറ്റ പേരിന് ഇത്രത്തോളം ആവേശം പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിൽ സംശയമില്ല എന്നുള്ളതാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് അനിഷേധ്യനായ നേതാവാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ലാത്ത കാര്യമാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നു, പാർട്ടിയെ നയിക്കാൻ നിൽക്കുന്നു എന്നത് വലിയ ആർജവം നൽകുന്ന ഒന്നാണ്.